ഇനി നമ്മൾ മലബാറിലേക്കാണ് പോകുന്നത്. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് +1 പ്രവേശനം തന്നെയാണ്. സർക്കാർ പരിഹാരം കാണാതായതോടെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ തന്നെ ആശങ്കയിലാണ്. ആനന്ദ് ബുദൂർ ചേരുന്നുണ്ട്. ആനന്ദ്, ഗുഡ് മോർണിംഗ്. പഠിച്ച് നല്ല മാർക്ക് വാങ്ങിച്ചിട്ടും +1 സീറ്റ് കിട്ടാതിരിക്കുക എന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷമകരമായ ഒരു കാര്യം തന്നെയാണ്. ഒപ്പം മാതാപിതാക്കളും എല്ലാവരും പറയുന്നത് തങ്ങളുടെ കുട്ടിക്ക് ഒരു സീറ്റെങ്കിലും ലഭ്യമാകണം, സ്കൂളുകളിൽ ഏതെങ്കിലും ഒരു സ്കൂളിൽ കിട്ടണമെന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് അവർ ദിനംപ്രതി കയറി ഇറങ്ങുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വകുപ്പ് മന്ത്രി അടക്കം പറയുന്നത് ഈ സമരം നടത്തുന്നവരെ കുറ്റം പറയുന്ന കാര്യമാണ്. ഇത് അനാവശ്യമായിട്ടുള്ളൊരു സമരമാണ്. അത്രയധികം സീറ്റുകൾ മലപ്പുറത്ത് മാത്രം ബാക്കിയുണ്ട് എന്നുള്ള കാര്യം. എവിടെയാണ് സീറ്റ്? എന്തിനാണ് മന്ത്രി ഇങ്ങനെ കള്ളം പറയുന്നത്? ഈ മാതാപിതാക്കളുടെയും വിദ്യാർത്ഥികളുടെയും ആശങ്കകൾക്ക് ഒരു പരിഹാരമാവുന്നില്ല എന്ന് തന്നെയാണ് നിലവിലുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, മലബാറിലെ ഭൂരിഭാഗം ജില്ലകളിലും ഇത്തരത്തിൽ +1 പ്രതിസന്ധി, അതായത് +1ന്റെ സീറ്റിലെ പ്രശ്നം ഒരു പ്രതിസന്ധിയായി തന്നെ തുടരുന്ന സാഹചര്യമാണ്. ഇത് ഏറ്റവും രൂക്ഷമായിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിലെ കണക്കുകൾ നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഈ മൂന്നാം ഘട്ട അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞപ്പോൾ ആകെയുള്ള +1ലേക്കുള്ള 82,000 സീറ്റുകളിൽ ഏകദേശം 50,000-ലധികം വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ പ്രവേശനം ലഭിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ 30,000 വിദ്യാർത്ഥികളുടെ ഭാവി ഇപ്പോഴും തുലാസിലാണ്. അടുത്ത ഘട്ട അലോട്ട്മെന്റ് വരുമ്പോഴാണ് നമുക്ക് അത് എത്രത്തോളം പേർക്ക് കൂടി അത്തരത്തിൽ അവർ ഇഷ്ടപ്പെട്ട ഓപ്ഷൻ, തെരഞ്ഞെടുത്ത ഓപ്ഷനുകളിലേക്ക് സീറ്റ് കിട്ടുമെന്നുള്ള ഒരു ചോദ്യം അവശേഷിക്കുന്നു. എന്തായാലും ഇപ്പോഴും 30,000 വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാണെന്ന് തന്നെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ ഒരു പ്രതിസന്ധി രൂക്ഷമായതോടെ തന്നെ ഈ എയ്ഡഡ് സ്കൂളുകളുടെ അടക്കം മാനേജ്മെന്റുകൾ ഇപ്പോൾ സീറ്റ് വിൽപ്പനമായി രംഗത്തെത്തിയിട്ടുണ്ട് എന്നാണ് വിദ്യാർത്ഥി സംഘടനകളുടെ ആരോപണം. പ്രത്യേകിച്ച് ഈ മാനേജ്മെന്റ് സ്കൂളുകളടക്കം അവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം 25,000 മുതൽ 50,000 രൂപ വരെ പൈസ ഈടാക്കിക്കൊണ്ട് സീറ്റ് വിൽപ്പന നടത്തുന്നുള്ള ഒരു ആക്ഷേപം എന്തായാലും വിദ്യാർത്ഥി സംഘടനയുടെ ഇടയിൽ നിന്ന് രൂക്ഷമായിട്ടുണ്ട്. ഇനി ആ കണക്കുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ കൂടി ഏകദേശം 10,000-ഓളം സീറ്റുകളാണ് മലപ്പുറത്ത് ഇത്തരത്തിൽ മാനേജ്മെന്റ് കോട്ട വഴി നൽകാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കനുസരിച്ച് 32,000 നിന്ന് ഏകദേശം 20,000-ഓളം വിദ്യാർത്ഥികളുടെ ഭാവി അപ്പോഴും പുറത്തായിരിക്കും എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. നമുക്കറിയാം, ഈ 10ാം ക്ലാസ് പരീക്ഷ സംബന്ധിച്ചിടത്തോളം അത്രയും ഉറക്കമൊഴിച്ചും അത്ര ബുദ്ധിമുട്ടിലൂടെ എല്ലാം സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളാണ്, സർക്കാർ സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥികളാണ്. അവരുടെ കഷ്ടപ്പാടിനൊന്നും ഒരു വിലയില്ലാത്ത സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ച, ഏകദേശം 20,000-ഓളം വിദ്യാർത്ഥികൾ പുറത്താവുന്ന ഒരു കാഴ്ച. മാനേജ്മെന്റ് കോട്ടകളിലേക്ക് പ്രവേശനം നേടിയാൽ പോലും 20,000-ഓളം വിദ്യാർത്ഥികൾക്ക് സീറ്റ് ലഭിക്കാതിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് മലപ്പുറത്ത് നമുക്ക് കാണാൻ പറ്റുക എന്നാണ് വിദ്യാർത്ഥി സംഘടനകളടക്കം പറയുന്ന കാര്യം. എന്നാൽ ഈ വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയിലടക്കം ഈ ഒരു പ്രശ്നം രൂക്ഷമായപ്പോൾ പറഞ്ഞത്, കണക്കുകൾ വെച്ചുകൊണ്ട് പറഞ്ഞത് അത്തരത്തിൽ സീറ്റ് പ്രതിസന്ധി കേരളത്തിൽ എവിടെയും ഇല്ല എന്ന് തന്നെയാണ്. പക്ഷേ ഈ വിദ്യാഭ്യാസ മന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ച കണക്കുകളും വെബ്സൈറ്റിലെ കണക്കുകളും തമ്മിൽ പൊരുത്തക്കേടുകൾ ഉള്ളത് അപ്പോൾ തന്നെ പ്രതിപക്ഷ കക്ഷികളടക്കം പറഞ്ഞിരുന്നു. മാത്രമല്ല, ഈ കോഴിക്കോട് ജില്ലയിലും സ്ഥിതി സമാനമാണ്. 10,000-കണക്കിന് കുട്ടികളുടെ ഭാവി തന്നെയാണ് ഇപ്പോഴും ഈ മൂന്നാം ഘട്ട അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോഴും പ്രവേശനം നേടാതെ പുറത്തായിരിക്കുന്നത്. എന്തായാലും വിദ്യാർത്ഥി സംഘടനകൾ കനത്ത പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായി തുടർച്ചയായി DDE ഓഫീസിലേക്കും കളക്ടറേറ്റിലേക്കും അടക്കം വിദ്യാർത്ഥി സംഘടനകൾ മാർച്ച് നടത്തുന്നുണ്ട്. ഈ +1 സീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പോലീസുമായി കാര്യമായിട്ടുള്ള സംഘർഷവും പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെല്ലാം ഉണ്ടാവുന്നുണ്ട്. എന്നാൽ ഈ സംഘർഷം രൂക്ഷമാകുമ്പോൾ വീണ്ടും വിദ്യാഭ്യാസ മന്ത്രി ഒരു പുതിയ കണക്കുമായി എത്തിയിരുന്നു കഴിഞ്ഞ 2 ദിവസം മുമ്പ് തന്നെ. അപ്പോഴും അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ സീറ്റ് പ്രതിസന്ധി എന്ന് പറയുന്നത് പറഞ്ഞുണ്ടാക്കുന്നതാണ്. അത്തരത്തിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും നിലവിൽ ഇല്ല എന്ന് തന്നെയാണ്. എന്തായാലും 10,000-കണക്കിന് വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് 10ാം ക്ലാസ് അടക്കം അവരുടെ ജീവിതത്തിൽ ആദ്യ പൊതുപരീക്ഷ നല്ല രീതിയിൽ തന്നെ എഴുതി മികച്ച മാർക്ക് വാങ്ങിയിട്ട് കൂടി ഇഷ്ടപ്പെട്ട സബ്ജക്റ്റിന് പഠിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം എന്ന് പറയുന്നത് തീർച്ചയായും വളരെ ദുഃഖമുണ്ടാക്കുന്ന തന്നെയാണ്. അത് വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, പ്രത്യേകിച്ച് അവരുടെ മാതാപിതാക്കൾക്കും. രജനി, എന്തായാലും ആനന്ദ് പറഞ്ഞതുപോലെ തന്നെയാണ്, ഈ ഭാവിയുടെ വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത് കുട്ടികളാണ്. അവർക്ക് മികച്ച രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് ഈ സമൂഹത്തിൻ്റെ കൂടെ ഒരു കടമയാണ്. പക്ഷേ അതിലേക്കൊന്നും തന്നെ സർക്കാർ എത്തിച്ചേരുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഏറെ വേദനാജനകമായ കാരണം. 10,000-ലധികം കുട്ടികളാണ് ഇപ്പോഴും സീറ്റ് കിട്ടാതെ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭാഗം പഠിക്കാൻ കഴിയാതെ പുറത്തു നിൽക്കുന്നത്. സമരം ചെയ്യുന്നവരെ പോലും അധിക്ഷേപിക്കുന്ന രീതിയിലേക്കാണ് മന്ത്രി അടക്കമുള്ളവർ കടക്കുന്നത്.